നമസ്കാരം. ധനുസ് പി എസ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വില്ലേജ് ഫിൽഡേഴ്സിൻ്റെ പരീക്ഷ എഴുതുന്ന ഏവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. VFA സിലബസ് അനുസരിച്ചുള്ള ചോദ്യങ്ങളാണ് ഇന്ന് വീഡിയോയിലുള്ളത്. പലർക്കും ഈ ചോദ്യങ്ങൾ പരിചയമുള്ളവയായിരിക്കും. എന്നാൽ റിവിഷൻ പോലെ നമുക്ക് ഈ ചോദ്യങ്ങൾ ഒന്നുകൂടി നോക്കാം. 1, 2, 3 ചോദ്യപേപ്പറിലെ ചോദ്യങ്ങൾ ഒന്നിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നോക്കാം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നോക്കാം, ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം: പകൽ സമയത്ത് കാറ്റ് കടലിൽ നിന്നും കരയിലേക്ക് വീശുകയാണെങ്കിൽ അതിനെ ഡാഷ് എന്ന് വിളിക്കുന്നു. പകൽ സമയത്ത് കാറ്റ് കരയിൽ നിന്നും വീശുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്താണ്? അതിനെ വിളിക്കുന്ന പേരാണ് ഇത്. ആൻസർ കടൽക്കാറ്റ്. പകൽ സമയത്ത് കാറ്റ് കടലിൽ നിന്നും കരയിലേക്ക്, അതാണ് എന്ത്? കടൽക്കാറ്റ്. നെക്സ്റ്റ് വൺ: സഹ്യാദ്രിയിലെ മഹാബലേശ്വരനടുത്തു നിന്നും ഉത്ഭവിക്കുന്ന ഉപദ്വീപീയ നദി ഏതാണ്? സഹ്യാദ്രിയിലെ മഹാബലേശ്വരനടുത്തു നിന്നും ഉത്ഭവിക്കുന്ന ഉപദ്വീപീയ നദി ഏതാണ്? ആൻസർ കൃഷ്ണ നദി. നെക്സ്റ്റ് വൺ: ഉഷ്ണമേഖലാ സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന പവിഴപ്പുറ്റുകൾ നിറഞ്ഞ താഴ്ന്ന ദ്വീപുകളുടെ പേരെന്താണ്? ഉഷ്ണമേഖലാ സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന പവിഴപ്പുറ്റുകൾ നിറഞ്ഞ താഴ്ന്ന ദ്വീപുകളുടെ പേരെന്താണ്? ആൻസർ അറ്റോൾ. നെക്സ്റ്റ് വൺ: അരുവികൾ അപ്രത്യക്ഷമാകുന്ന ശിവാലിക് കുന്നുകളുടെ അടിവാരത്തെ ഇടുങ്ങിയ മേഖല ഏതാണ്? അരുവികൾ അപ്രത്യക്ഷമാകുന്ന ശിവാലിക് കുന്നുകളുടെ അടിവാരത്തെ ഇടുങ്ങിയ മേഖല ഏതാണ്? ആൻസർ ബാബർ. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്ന, പൂർവ്വഘട്ടവും കൂടിച്ചേരുന്ന ഭാഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, നീലഗിരി. നെക്സ്റ്റ് വൺ: 2023 55ാം ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? 2023 55ാം ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, മോഹൻലാൽ. 2023 മോഹൻലാൽ എന്നോർത്ത് വയ്ക്കുക. നെക്സ്റ്റ് വൺ 19ാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്നാണ്? ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്നാണ്? ആൻസർ ഓപ്ഷൻ സി, 1950 ജനുവരി 26. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നതെന്നാണ് 1950 ജനുവരി 26. നെക്സ്റ്റ് വൺ: ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചെയർമാൻ ആരാണ്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ, രാജേന്ദ്ര പ്രസാദ്. നെക്സ്റ്റ് ചോദ്യം: ദേശീയ ഭരണഘടനാ ദിനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, നവംബർ 26. നെക്സ്റ്റ് വൺ: പൗരന്മാരുടെ മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, 42. കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണം ഏത് രാജ്യമാണ്? കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണം ഏത് രാജ്യമാണ്? ആൻസർ ഓപ്ഷൻ എ, ഇന്ത്യ. കേവല ഭൂരിപക്ഷ സമ്പ്രദായം ഇന്ത്യയിലുണ്ട്. നെക്സ്റ്റ് ചോദ്യം: ഒരു സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിച്ച ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് ഏതാണ്? ഒരു സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിച്ച ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഇ, വകുപ്പ് 324. നെക്സ്റ്റ് വൺ: ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുടെ കാലാവധി എത്രയാണ്? 5 വർഷം. ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുടെ കാലാവധി 5 വർഷം. നെക്സ്റ്റ് ചോദ്യം: പഞ്ചായത്തി രാജ് സമ്പ്രദായത്തിൻ്റെ പിതാവ് ആരാണ്? അല്ലേ? അപ്പോൾ ഇവിടെ പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തിൻ്റെ പിതാവ് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതിൻ്റെ ഉത്തരം ആരാണ്? ബൽവന്ത് റായ് മേത്തയാണ്. ബട്ട് ഈ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആണ് PSC, കാരണം ഇവിടെ ഇന്ത്യൻ ഒരു പാർട്ടില്ല, വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ നമ്മൾ സ്പെസിഫിക്കായി ചോദിക്കുമ്പോൾ ഒക്കെ എഴുതാൻ പറ്റണം. ഇന്ത്യൻ പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തിൻ്റെ പിതാവ് ആരാണ്? ബൽവന്ത് റായ് മേത്തയാണ്. പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തിൻ്റെ ശില്പി ആര് തന്നെയാണ്? ബൽവന്ത് റായ് മേത്തയാണ്. അദ്ദേഹമാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ അധ്യക്ഷനുമായിട്ടുള്ളത്. 1957 വർഷം. ഓക്കെ,
അപ്പോൾ ഇന്ത്യൻ പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തിൻ്റെ പിതാവ് ശില്പിയൊക്കെ ആരാണ്? ബൽവന്ത് റായ് മേത്തയാണ്. 1957 ആണ് വർഷം. നെക്സ്റ്റ്, ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ആൻസർ ഓപ്ഷൻ എ, ജസ്റ്റിസ് സൂര്യകാന്ത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ 26, 25 ചോദ്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ കറണ്ട് അഫയേഴ്സും കൂടെ എൻ്റെ കൂടെ നമ്മൾ കയറിപ്പോകും. നമുക്ക് VFAക്ക് കറണ്ട് അഫയേഴ്സ് 20 മാർക്കുണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇതേപോലെ വരുന്ന ചോദ്യങ്ങൾ സ്പെസിഫിക്കായി എടുത്ത് എഴുതി വെച്ച് തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കുക. സുപ്രീം കോടതി ചീഫ് ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്ത്. നെക്സ്റ്റ് ചോദ്യം, ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരി പ്രസ്താവന ഏതൊക്കെയാണ്? ശരി പ്രസ്താവന എന്ന് പറയുമ്പോൾ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, സി ആണ്. 1, 2, 3 പ്രസ്താവനകളും ശരിയാണ്. നന്നായി വായിച്ച് പഠിക്കാൻ ശ്രദ്ധിക്കണം. നെക്സ്റ്റ് 31, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്ന ആരാണ്? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്ന ആരാണ്? ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ സി, മൂന്നാമത്തതാണ് ശരി. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നിയമിക്കുന്ന ആരാണ്? രാഷ്ട്രപതിയാണ്. യൂണിയൻ ആണ്. നെക്സ്റ്റ് ചോദ്യം, അപ്പോൾ നെക്സ്റ്റ് ചോദ്യം 62-26 ചോദ്യങ്ങൾ നോക്കാം. 2025 ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? 2025 ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? ആൻസർ ഇവരൊന്നുമല്ല. ഓപ്ഷൻ ഡി നമുക്ക് ആൻസർ മാർക്ക് ചെയ്യാൻ പറ്റും. ഒരു വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സ്വതന്ത്ര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളി ഏതൊക്കെയാണ്? സ്വതന്ത്ര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ ഏതൊക്കെയാണ്? അതായത് ഏതൊക്കെ വെല്ലുവിളിയാണ്? അതായത് ഓർഡറിലാണ് പറയേണ്ടത്. ഒന്ന്, ആൻസർ ഓപ്ഷൻ ഡി ആണ്. അതായത് സ്വതന്ത്ര വിദേശ രാജ്യങ്ങളുടെ വിദേശ നയങ്ങളുടെ രൂപീകരണം ഒന്നും ബന്ധപ്പെടുന്നു. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്തൽ. അടുത്തതാണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. അതായത് നമ്മളുടെ ഓർഡറിലാണ് ഇവർ കൊടുത്തേക്കുന്നത്. ABC എല്ലായിടത്തും ഉണ്ടല്ലേ, പക്ഷേങ്കിൽ ഏതൊക്കെയാണ് അതിൻ്റെ ഓർഡറിൽ വന്നേക്കുന്നുള്ളതാണ് നമ്മൾ എടുത്തെഴുതിയത് സ്പെസിഫിക്കായി വരും. അപ്പം നമ്മൾ എയും ബിയും സി ഓപ്ഷൻ ഉണ്ട്, ഏതെങ്കിലും എടുത്തെഴുതിയാൽ പറ്റില്ല. മനസ്സിലായില്ല? അപ്പോൾ ചോദ്യങ്ങൾ നോക്കുമ്പോൾ ഓപ്ഷനിലേക്കാണ് ഇതിൻ്റെ ആദ്യം നമ്മൾ പോകേണ്ടത്. അപ്പോൾ നമുക്ക് ഓപ്ഷനിൽ ഡി, എ, ബി എന്നാണ് ഉത്തരം. അതായത് സ്വതന്ത്ര വിദേശ നയങ്ങൾ രൂപീകരണമായിരുന്നു ആദ്യത്തെ വരുന്നത്. നെക്സ്റ്റ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്തലാണ് നെക്സ്റ്റ് വന്നേക്കുന്നതാണ്. ഏത്? നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. ഇതാണ് ഒന്നാമത്തത്. നെക്സ്റ്റ് ഇത് 2, ഇത് മൂന്നാമത്തതുമായിട്ട് വേണം നമ്മൾ ഉത്തരം എഴുതാനായിട്ട്. അതായത് നമ്മളിപ്പോൾ ചോദ്യം നോക്കിയിട്ട് ഓപ്ഷനിലേക്ക് നോക്കി വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഉത്തരം മാർക്ക് ചെയ്യാൻ. ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ താഴെ പറയുന്നതും കണ്ടെടുക്കാം. 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ താഴെ പറയുന്നതും കണ്ടെടുക്കുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. ബി തന്നെയാണ് വരുന്നത്. ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും. 9ാം പഞ്ചവത്സരയാണ്. ഗ്രാമീണ വികസനവും പിന്നെന്താണ്? വികേന്ദ്രീകൃത ആസൂത്രണവുമാണ് ഉത്തരം. നെക്സ്റ്റ് വൺ, താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനയിൽ നിന്നും ശരിയായവ കണ്ടെത്തുക. ദുർഗാപൂർ ഉരുക്ക വ്യവസായശാലകളെ കുറിച്ചുള്ളതാണ്. ശരി പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. അവിടെ ഓപ്ഷൻ ഡി ഉത്തരം. ഡി ആൻഡ് അതുപോലെ എ ആണ് ഉത്തരം വരിക. ദുർഗാപൂർ ഇരുമ്പുരുക്ക് വ്യവസായശാല പശ്ചിമ ബംഗാൾ. ദുർഗാപൂർ ഇരുമ്പുരുക്ക് വ്യവസായശാല പശ്ചിമ ബംഗാളിൽ. അതുപോലെ പിന്നെ റൂർക്കല ഇരുമ്പുരുക്ക് വ്യവസായശാല ജർമ്മനിയുടെ സഹായത്തോടെ ഒഡീഷയിൽ സ്ഥാപിച്ചു. നെക്സ്റ്റ് ചോദ്യം, 2025 ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആരായിരുന്നു? ഇന്ത്യയുടെ അറ്റോർണി ജനറൽ 2025. ആൻസർ ഓപ്ഷൻ എ, ആർ വെങ്കിട്ടരമണി. ഓപ്ഷൻ എ ഉത്തരം ആർ വെങ്കിട്ടരമണി. ഓക്കെ, ആർ വെങ്കിട്ടരമണി. നെക്സ്റ്റ് വൺ, 2025 ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. ജ്ഞാനേഷ് കുമാർ. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, പക്ഷേ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ചു. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് വരുന്നു. ഇന്ത്യൻ ഭരണഘടന സമത്വാവകാശം ഉറപ്പുവരുത്തുന്നതിന് 18ാം വകുപ്പ് പ്രകാരം നിർത്തലാക്കിയത് ഏതൊക്കെയാണ്? ഇന്ത്യൻ ഭരണഘടന സമത്വാവകാശം ഉറപ്പുവരുത്തുന്നതിന് 18ാം പ്രകാരം നിർത്തലാക്കിയത് ഏതൊക്കെയാണ്? സമത്വം എന്ന ആശയം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് 18ാം വകുപ്പ് പ്രകാരം നിർത്തലാക്കിയ എന്തൊക്കെയായിരുന്നു അല്ലേ? വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. കറൻ്റ് നല്ല സ്പെസിഫിക് ആയ ഒരു ചോദ്യം തന്നെയാണ്. ആൻസർ എന്താണ്? ബഹുമതികളാണ്. ബഹുമതികളുടെ പ്രകാരമാണ് നിർത്തലാക്കിയത്. ബഹുമതികളാണ്. നെക്സ്റ്റ്, ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ലക്ഷ്യപ്രമേയം കൊണ്ടുവന്നത് ആൻസർ ഓപ്ഷൻ ബി, ജവഹർലാൽ നെഹ്റു.
പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചതാരാണ്? ജവഹർലാൽ നെഹ്റു. നെക്സ്റ്റ് ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ എന്ന വ്യവസ്ഥ ഏത് ഭരണഘടനയിൽ നിന്നുമാണ് കടം കൊണ്ടത്? അത് ആൻസർ ഏതാണ്? US ഭരണഘടന. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ, US ഭരണഘടന. മൗലിക അവകാശങ്ങൾ US ഭരണഘടന. നെക്സ്റ്റ് ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് വകുപ്പിലാണ് മൗലിക കടമകൾ എന്ന വ്യവസ്ഥ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 51A ആണ്. നെക്സ്റ്റ് വൺ, അധികാര വിഭജനം നടത്തിയിട്ടുള്ള യൂണിയൻ സംസ്ഥാന കൺകറന്റ് ലിസ്റ്റുകൾ ഭരണഘടനയുടെ ഏത് പട്ടികയിൽ വരുന്നു? അധികാര വിഭജനം നടത്തിയിട്ടുള്ള യൂണിയൻ കൺകറന്റ് ലിസ്റ്റുകൾ ഏത് പട്ടികയിൽ വരുന്നു? പട്ടിക ഏതാണത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 7ാം പട്ടിക. അതായത് യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോൾ ഏത് പട്ടികയിൽ ഉൾപ്പെടുത്തിയേക്കുവാണത്? 7ാം പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, കേരള നിയമസഭയുടെ സ്പീക്കർ ആരാണ്? ഇപ്പോഴത്തെ സ്പീക്കർ ആരാണ്? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അല്ലെ, സ്പെസിഫിക്കലി എല്ലാ ചോദ്യങ്ങളിലും പേപ്പറിലും അത് ഉണ്ടായിരിക്കുന്നതായിരിക്കും, നിർബന്ധമായിട്ട് പഠിക്കേണ്ടതാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. നെക്സ്റ്റ് വൺ, ചുവടെ തന്നിരിക്കുന്ന നദികളിൽ അറബിക്കടലിൽ പതിക്കുന്ന ഏതാണ്? അറബിക്കടലിൽ പതിക്കുന്ന നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, സിന്ധു നദി. അറബിക്കടലിൽ പതിക്കുന്നത് സിന്ധു നദി. ഇന്ത്യയുടെ മാനക രേഖാംശം ഏതാണ്? ഇന്ത്യയുടെ മാനക രേഖാംശം ഏതാണ്? 82 ഡിഗ്രി 30 മിനിറ്റ് ഈസ്റ്റ് ആണ്. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ചോദ്യം, 1911 ഇന്ത്യയിൽ വ്യോമഗതാഗതം ആരംഭിച്ചത് എവിടെയായിരുന്നു? വ്യോമഗതാഗതം ആരംഭിച്ചത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ എ, അലഹബാദ് മുതൽ നൈനി വരെയാണ്. അലഹബാദ് മുതൽ നൈനി വരെയാണ്. നെക്സ്റ്റ് വൺ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വ്യാപിച്ചു കിടക്കുന്ന മണ്ണിനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വ്യാപിച്ചു കിടക്കുന്ന മണ്ണിനം ഏതാണ്? എക്കൽ മണ്ണ്. ഇപ്പോഴത്തെ കേരള മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ മത്സരിച്ച നിയമസഭാ മണ്ഡലം ഏതാണ്? ഇപ്പോഴത്തെ കേരള മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ മത്സരിച്ച നിയമസഭാ മണ്ഡലം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, പറവൂർ. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യ ആൻഡ് കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, ശ്രീ കെ മുരളീധരൻ. ശ്രീ കെ മുരളീധരൻ. അടുത്ത ക്വസ്റ്റ്യൻ, മുഖ്യമന്ത്രി വി ഡി സതീശൻ തെരഞ്ഞെടുപ്പിൽ പ്രതിനിധീകരിച്ച മണ്ഡലം, അദ്ദേഹത്തിൻ്റെ ഏത് മണ്ഡലത്തിൽ നിന്നും അദ്ദേഹം മത്സരിച്ച മണ്ഡലമാണ് പറവൂർ. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ 100 കിലോമീറ്റർ കൂടുതൽ നീളമുള്ള നദികൾ ഏതെല്ലാം? ആൻസർ ഏതാണ്? എല്ലാം ശരിയാണ്. ആൻസർ ഓപ്ഷൻ ഡി, ഭാരതപ്പുഴ, കടലുണ്ടി, വളപട്ടണം എന്നിവ 100 കിലോമീറ്റർ കൂടുതൽ, ചാലിയാർ എല്ലാം നീളമുണ്ട്. നെക്സ്റ്റ് ചോദ്യം, കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി സ്ഥാനം നിർവഹിച്ചിട്ടുള്ള മലയാളികൾ ആരെല്ലാം? ആൻസർ ഓപ്ഷൻ എ ആണ്. ഇതൊക്കെ വരുന്നുണ്ട്. ആൻസർ ഓപ്ഷൻ എ കെ ആൻ്റണി ആൻഡ് വി കെ കൃഷ്ണമേനോൻ. കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി എ കെ ആൻ്റണിയും വി കൃഷ്ണമേനോനും. നെക്സ്റ്റ് ചോദ്യം, നാടുകാണി ചുരം ഏതെല്ലാം പ്രദേശങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? നാടുകാണി ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി, നിലമ്പൂർ, ഗൂഡല്ലൂർ. കീലേരി കുഞ്ഞിക്കണ്ണൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ സി, സർക്കസ്. നെക്സ്റ്റ് വൺ, അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിൻ്റെ ചെയർമാനായി പുതുതായി നിയമിക്കപ്പെട്ട മലയാളി. അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിൻ്റെ ചെയർമാനായി പുതുതായി നിയമിക്കപ്പെട്ട മലയാളി. ആൻസർ ഓപ്ഷൻ സി, എ കെ ബാലസുബ്രഹ്മണ്യം. എ കെ ബാലസുബ്രഹ്മണ്യം. നെക്സ്റ്റ് ചോദ്യം, പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യ വിമാനത്താവളം ഏതാണ്? ആദ്യത്തെ. ആൻസർ അറിയാം. ഓപ്ഷൻ ബി, കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട്. നെക്സ്റ്റ് വൺ, കുടുംബശ്രീ പദ്ധതി ഔദ്യോഗികമായി ആരംഭിച്ചത് എന്നാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, 1998 മെയ് 17. 98 മെയ് 17. കടൽത്തീരത്തിൻ്റെ നീളം ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, കൊല്ലം ജില്ല. അടുത്തത്, ഡോക്ടർ സൈറസ് പൂനാവാല 167.2 കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയ വിഖ്യാതമായ പെയിൻറ്റിങ് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, മുല്ലപ്പൂ ചൂടിയ നായർ വനിത. അറിയാമല്ലോ എല്ലാവർക്കും.
വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി അയ്യങ്കാളി. ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെച്ച വർഷം? ആൻസർ ഓപ്ഷൻ സി 1792. ശ്രീരംഗപട്ടണം എസ് 7 1792 മാർച്ച് 18. തെക്കേ ഇന്ത്യയിൽ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ്? കണ്ണാടി പ്രതിഷ്ഠ. ആൻസർ വൈകുണ്ഠ സ്വാമികൾ. നെക്സ്റ്റ് 2025 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ്? ആൻസർ ഓപ്ഷൻ ബി ആണ് എഴുത്തച്ഛൻ KG ശങ്കരപ്പിള്ള. കേരളത്തിൽ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി വരുന്നത് ആരാണ്? റവന്യൂ വകുപ്പ് മന്ത്രി പേര് AP അനിൽകുമാർ. ചോദ്യം, മഹാത്മാഗാന്ധി സർവകലാശാല ഈ അടുത്ത കാലത്ത് ഡീലിറ്റ് ബിരുദം നൽകി ആദരിച്ച സിനിമാ താരം ആര്? ആൻസർ ഓപ്ഷൻ സി ആണ് മമ്മൂട്ടി. നെക്സ്റ്റ് വൺ, ലഹരിക്കെതിരെ പോരാടാനായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വം നടപ്പിലാക്കിയ നൂതന പരിപാടി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഓപ്പറേഷൻ തൂഫാൻ. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പാർലമെൻറ്റിൽ പാസ്സാക്കിയ വർഷമേത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് 2000 ഒക്ടോബർ 17. സന്തോഷ് ട്രോഫി ഏതു കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോൾ. ആലപ്പുഴ ജില്ല ഏക റിസർവ് വനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലെ ഏക റിസർവ് വനം. ആൻസർ ഓപ്ഷൻ എ ഇതാണ് വിയപുരം. ISROയുടെ പുതിയ ചെയർമാൻ ആരാണ്? ISROയുടെ പുതിയ ചെയർമാൻ ഡോക്ടർ V നാരായണൻ. നെക്സ്റ്റ് വരുന്നത് LDC ടൈപ്പിലുള്ള ചോദ്യമാണ്. അപ്പോൾ നമുക്ക് EFIക്ക് ആപ്റ്റായ ചോദ്യം തന്നെയാണ്. ചോദ്യം, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി സവർണജാഥ. മന്നത്ത് പത്മനാഭൻ്റെ സവർണജാഥ. 10+2+3 വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്നതാരാണ്? 10+2+3 കൊണ്ടുവന്നത് ഡോക്ടർ PS കോത്താരി കമ്മീഷൻ. ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം ആരംഭിച്ച അല്ലെങ്കിൽ നടത്തിയ വർഷം 1917. പ്രാതിനിധ്യമില്ല നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിന് രൂപം നൽകിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ജെയിംസ് ഓട്ടിസ്. കറുപ്പ് വ്യാപാരവും തുറന്ന വാതിൽ നയവും ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ് ചൈനീസ് വിപ്ലവം. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? ആൻസർ അന്റോണിയോ ഗുട്ടറസ്. തെക്കേ അമേരിക്കയും പസഫിക് ഫലകത്തിനും ഇടയിൽ കാണുന്ന ചെറിയ ഫലകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് നാസ്ക. പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ടു കിടക്കുന്ന മണിപ്പൂരിലെ ഏറ്റവും വലിയ തടാകം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ലോക്തക്. ഉപോഷ്ണ ഗുരുമർദ്ദ മേഖലയിൽ നിന്നും ഉപദ്രുവീയ നിമ്നമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റ് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി പശ്ചിമവാതങ്ങൾ. നെക്സ്റ്റ് വൺ, പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്ന ഏതാണ്? ആഗ്നേയശിലകൾ. കേരളത്തിൽ ചീന കളിമണ്ണിന് പ്രസിദ്ധമായ സ്ഥലം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി കുണ്ടർ, ചീന കളിമണ്ണ്. മോക്ഷ ചുഴലിക്കാറ്റിന് പേര് നിർദ്ദേശിച്ച രാജ്യം? ചുഴലിക്കാറ്റിന് പേര് കൊടുത്ത രാജ്യം ഏതാണ്? നമുക്കതില്ല, ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം. നെക്സ്റ്റ് ചോദ്യം, ദേശീയ കാർഷിക ഗ്രാമീണ വികസന ബാങ്ക് നിലവിൽ വന്ന വർഷം? ദേശീയ കാർഷിക ഗ്രാമീണ വികസന ബാങ്ക് എന്ന് പറയുമ്പോൾ നാഷണൽ അഗ്രികൾച്ചർ എന്ന് ഓർക്കണം. ദേശീയ ആൻസർ 1982 അല്ലേ? A. അപ്പോൾ ഇത് വരും ഗ്രാമീണ ബോർഡ് ഓഫ് വികസന ബാർഡായിരിക്കും കേട്ടോ. നെക്സ്റ്റ് ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ളവയിൽ ധവള വിപ്ലവം എന്ന് ബന്ധപ്പെട്ടിരിക്കുന്നു? ധവള വിപ്ലവം ആൻസർ ഓപ്ഷൻ ബി ക്ഷീരോത്പാദനം.
നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ദേശസാൽക്കരണം നടന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്? ആൻസർ ഓപ്ഷൻ എ, 4ാം പഞ്ചവത്സര പദ്ധതി. നീതി ആയോഗിൻ്റെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ ആരാണ്? എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ ആരാണ്? പ്രധാനമന്ത്രി. 1991 ഉദാരവൽക്കരണ നയങ്ങളിൽ ഉൾപ്പെടുന്നത് അല്ലെങ്കിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ ഭാഗികമായി സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുക. നെക്സ്റ്റ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത് ഗവർണറായി നിയമിതനായ വ്യക്തി ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, സഞ്ജയ് മൽഹോത്ര. 24 ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൽ 69ാമത് അംഗമായ രാജ്യം? ആൻസർ ഓപ്ഷൻ എ ആണ്, ഇസ്രയേൽ.